ആർസൻ വെങ്ങർ ഇൻവിൻസിബിൾസ് എന്ന് പറയുന്ന ആമസോൺ പ്രൈമിന്റെ പുതിയതല്ല, കുറച്ച് പഴയ ഡോക്യുമെന്ററിയാണ്. അത് ഞാൻ കണ്ടു. കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. ആൻഡ് അടിപൊളി. കാരണം ഒന്നും പറയാനില്ല. കാരണം ആർസൻ വെങ്ങർ എന്ന് പറയുന്ന ഒരു മാനേജറെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം, കേട്ടിട്ടുണ്ട്. മിക്ക ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു ജനറേഷനിലുള്ള കേട്ടിട്ടുണ്ട്. ആ മാനേജറിന്റെ നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടാവുക പുള്ളിയുടെ ആ ഒരു ഡിക്ലൈനിങ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മോശം ടൈമിംഗ് ആണ് കണ്ടിട്ടുള്ളത്. പിന്നെ ചിലർ പുള്ളിയുടെ പ്രൈം കണ്ട, അതായത് പ്രൈം കാലഘട്ടം അർസനലിന് വേണ്ടിയിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും. അതായത് എസ്പെഷ്യലി ഇൻവിൻസിബിൾ സീസൺ ഒക്കെ, അതായത് 2003, 2004 സീസൺ ഒക്കെ, അതിന് ഒക്കെ കണ്ടവരൊക്കെ ഉണ്ടാകാം. പക്ഷേ അതിന് മുന്നേ ഉള്ള അർസൻ വെങ്ങർ, അതിന് ശേഷമുള്ള അർസൻ വെങ്ങർ എന്തൊക്കെയായിരുന്നു, അർസനലിൽ ആരായിരുന്നു അർസൻ വെങ്ങർ എന്നുള്ള രീതിക്കുള്ള എല്ലാ ഡീറ്റെയിൽസ് ഈ ഡോക്യുമെന്ററിൽ കവർ ചെയ്യുന്നുണ്ട്. പുള്ളി എങ്ങനെയാണ് മാനേജ്മെന്റ്, അതോടൊപ്പം തന്നെ പുള്ളി അവസാന ഒരു ലാസ്റ്റ് പുള്ളിയുടെ ആ ഒരു ഡെക്കേഡ് സമയത്ത് എന്തൊക്കെയാണ് പുള്ളിക്ക് കാരണങ്ങൾ കൊണ്ടാണ് പുള്ളി ഭയങ്കര പെർഫോമൻസുകൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ടോപ്പ് 4 ത്രൂ ഔട്ട് അർസനലിനെ കൊണ്ടുനടന്നിരുന്നെങ്കിലും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർ ആ ഒരു സ്ട്രഗിൾ ചെയ്തിരുന്നത് സൈനിങ്സിനെ വരുത്താനൊക്കെ കൊണ്ടെന്നുള്ള അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ആൻഡ് പുള്ളിയുടെ കുറച്ച് റിഗ്രറ്റ്സ് പറയാനുണ്ട്. അടിപൊളി. കുറച്ച് സ്ലോ ആണ് തുടക്കത്തിൽ, ഒരു 10 മിനിറ്റ് കുറച്ച് സ്ലോ ആയിട്ട് തുടങ്ങണം, പിന്നെ പതിയെ ടെമ്പോ കീപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് നമ്മൾ കുറച്ച് ക്ഷമയോടെ ആദ്യം കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മാറും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാലഘട്ടങ്ങൾ നമ്മൾ ഓർമ്മ വരും. ചില കളികൾ നമ്മുടെ ലൈക്ക് നിങ്ങൾ ഏത് ക്ലബിന്റെ ഫാൻ ആണെങ്കിലും, യുണൈറ്റഡ് ഫാനോ, ലിവർപൂളിന്റെ ഫാനോ, സിറ്റിയുടെ ഫാനോ, വേറെ ഏതെങ്കിലും ക്ലബിന്റെ ഫാനോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കളികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കളികളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് പിന്നെ ഇത് കാണുമ്പോൾ അന്ന് എന്താണ് സംഭവിച്ചത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് സംഭവിച്ചത്, അതേപോലെ തന്നെ നിങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങളുടെ കുറച്ച് ഡിസ്കഷൻസ് അതും നിങ്ങളുടെ മനസ്സിലേക്ക് കൂടി വരും. സോ എന്തായാലും കാണുക. എസ്പെഷ്യലി നിങ്ങളൊരു അർസനൽ ഫാൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ന്യൂട്രൽ ഫാൻ ആണെങ്കിലും മറ്റേത് ക്ലബിന്റെ ഫാൻ ആണെങ്കിലും കണ്ടു നോക്കുക. കാരണം ഇറ്റ്സ് വർത്ത് എ വാച്ച്. കാരണം അർസൻ വെങ്ങർ എന്ന് പറയുന്ന ഒരു ഇതിഹാസം, എ ലെജൻഡ് ഓഫ് എ മാനേജർ, സർ അലക്സ് ഫെർഗൂസന് ശേഷം ഇംഗ്ലീഷ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന ഒരു പേരാണ് അർസൻ വെങ്ങർ. ഡെഫിനറ്റ്ലി ഇതിനകത്ത് അലക്സ് ഫെർഗൂസൺ വന്ന് സംസാരിക്കാനുണ്ട് ആ ഒരു കാലഘട്ടത്തിനെ പറ്റിയിട്ടൊക്കെ. അടിപൊളിയാണ് കാണാനായിട്ട്. ഒരു ഇച്ചിരി അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ അതേപോലെ തന്നെ അർസനൽ ലെജൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാം, ബെർക്കാംപ്, അങ്ങനെയുള്ള എന്റർപ്രൈസേഴ്സ്, അങ്ങനത്തെ പ്ലേയേഴ്സ് എല്ലാം വന്ന് അവരുടെ ആ ഒരു ഇമോഷൻസും ആ ടൈമിൽ എങ്ങനെയായിരുന്നു അവർ ആ ഒരു ഇൻവിൻസിബിൾസ്, അതായത് അൺബീറ്റഡ് ആയിട്ട് ഒരു സീസൺ പോയത് എങ്ങനെ, അവരെങ്ങനെ അങ്ങോട്ടേക്ക് എത്തി എന്നുള്ളത്, അവർക്ക് എങ്ങനെ ആ ഒരു ട്രബിൾ വിന്നെ നഷ്ടപ്പെട്ടു, അതായത് ട്രബിൾ വിന്നിന് പോയിട്ട് നഷ്ടപ്പെട്ടു എങ്ങനെയാണ്, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കേണ്ടത് ഇതിനകത്ത്. സോ ഡു വാച്ച് ഇറ്റ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. So thank you for watching. Signing off.